ഗതാഗത മന്ത്രി മിന്നൽ പരിശോധന നടത്തിയ ബസ് പ്രേക്ഷകരെ ശ്രദ്ധിച്ചാണല്ലോ. അത് അഞ്ചലായൂർ പരിസരത്തായിരുന്നു. KSRTC ബസ്സിന് തൊട്ട് മുമ്പിൽ വന്ന് ഒരു മിന്നൽ പരിശോധന നടത്തുന്നു. അവിടെ ഡ്രൈവറുടെ ക്യാബിനിൽ നിന്ന് വാട്ടർ ബോട്ടിൽ കണ്ടെത്തുന്നു. അതോടുകൂടി വലിയ രീതിയിൽ ഗണേഷ് കുമാർ ചൂടാവുന്നതൊക്കെ കണ്ടു. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ആദ്യം ഇതാണ് KSRTC ബസ്സിന്റെ മുമ്പിൽ വന്നിറങ്ങി പ്ലാസ്റ്റിക് കുപ്പി കുടിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി എവിടെയെങ്കിലും കളഞ്ഞൂടെ? ഈ പ്ലാസ്റ്റിക് കുപ്പി ഇടാനുള്ളതാണ് വണ്ടിയുടെ ഫ്രണ്ട് വശം. അതുകൊണ്ടാണ് നടപടി ഉറപ്പായിട്ടുണ്ട്. ഇത് ഇടരുതെന്ന് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. KSRTC CMDയുടെ നോട്ടീസ് ഉണ്ട്, ഇങ്ങനെ ഇടാൻ പാടില്ല എഴുതി വെച്ചിരിക്കുക. നോട്ടീസ് ഉണ്ട്, അങ്ങനെ ഇടരുത് എല്ലാ സ്ഥലത്തേക്കും അവിടെ ഇടരുത് എന്ന് പറഞ്ഞു. ഇത് കണ്ടുകൊണ്ട് തിരിച്ചു വന്നാൽ ഇനി ഇത് ആവർത്തിക്കും, നടപടി വരുമ്പോൾ പഠിച്ചു. KSRTC ബസ്സിലെ ഡ്രൈവറുടെ ക്യാബിന് തൊട്ട് മുമ്പ് അയാൾ വെള്ളം കുടിച്ചിട്ട് ആ ബസ്സിൻ്റെ ബോട്ടിൽ വാട്ടർ ബോട്ടിൽ വെച്ചു. അതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത്. ഒടുവിൽ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഒരു കാര്യം കണ്ടെത്തി. എന്താണെന്നറിയാമോ? മന്ത്രി വാട്ടർ ബോട്ടിലുണ്ട്, അത് മലിനീകരണം നടത്തി എന്ന് പറഞ്ഞ ആ ബസ്സിന് ലൈസൻസ് ഇല്ല. ഏത് മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ല, പൊല്യൂഷൻ ഇല്ല. ഒരു മാസം പിന്നിട്ടിട്ടും ബസ്സിൽ പുകമലിനീകരണ പരിശോധന നടത്തിയിട്ടില്ല. ഇന്നലെ ബസ്സിൽ പ്ലാസ്റ്റിക് മാലിന്യം സൂക്ഷിച്ചതിന് ജീവനക്കാരോട് മന്ത്രി ക്ഷോഭിച്ചിരുന്നു. പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് മലിനീകരിച്ചു എന്ന് പറഞ്ഞ് മന്ത്രി ചൂടായ ആ ബസ്സിന് 1.5 മാസമായിട്ട് മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ല. ദിലീപ് ദേവസ്യയുണ്ട്. ദിലീപ് ദേവസ്യ, അതൊരു വല്ലാത്തൊരു ഷോ ആയിപ്പോയി അല്ലേ ദിലീപ് ദേവസ്യ? ഇപ്പോൾ വീണ്ടും കുരുക്കായിത്തീർന്നല്ലോ. ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്, അത് എടുത്തു മാറ്റത്തിനാണ് മന്ത്രി അങ്ങനെ പറഞ്ഞ് ചൂടായത്. പക്ഷേ ചുരുങ്ങിയ പക്ഷം ആ ബസ്സിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് പുള്ളി ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു അല്ലേ ദിലീപ്? ഡോക്ടർ കുമാർ, ഇക്കാര്യത്തെ കുറിച്ച് നമ്മൾ ഇന്ന് രാവിലെ ഞാൻ KSRTC ബസ്സിൽ കയറാൻ പോയി. അവിടെ നിന്ന് ഈ ഡ്രൈവർമാരോട് കാര്യം ചോദിച്ചപ്പോൾ ഡ്രൈവർമാർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. മന്ത്രി പറഞ്ഞത് പ്ലാസ്റ്റിക് കുപ്പി എവിടെയെങ്കിലും കളഞ്ഞാൽ മതി എന്നാണ്. എവിടെയെങ്കിലും കളഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഓടുന്ന ബസ്സിൽ നിന്ന് പുറത്ത് കളയാൻ, നമുക്കത് പുറത്ത് കളയാനുള്ള ഒരു അനുമതി ഇല്ല. കാരണം അത് അന്തരീക്ഷ മലിനീകരണം കൂടെ വരുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് ജീവനക്കാർ പറയുന്നത് ഈ യാത്രക്കാർ കുടിക്കുന്ന കുപ്പി ഒരു പക്ഷേ ഈ ബസ്സിൽ തന്നെ ഇടും. അത് ബസ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കുപ്പി വന്ന് ഈ ഡ്രൈവറുടെ അടുത്തേക്ക് എത്തും. അവിടെ ഒരു ശല്യമാകാതിരിക്കുന്ന ആ കുപ്പി എടുത്ത് ഡ്രൈവർ നേരെ മുന്നിൽ വെക്കുന്നത് പതിവാണ്. അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് പറയുന്നു. ഇത്തരത്തിൽ ചിലപ്പോൾ ഒരു 3 കുപ്പി വെള്ളം കുടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും മന്ത്രി ഇന്നലെ പറഞ്ഞ ആ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞ ഡ്രൈവർ ഓടിച്ച ബസ്സിന് ഇപ്പോൾ ആ പുക പരിശോധിച്ചിട്ട്, അല്ലെങ്കിൽ പുക നഷ്ടപ്പെട്ട് ഈ മലിനീകരണ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട് ഇപ്പോൾ 1.5 മാസം പിന്നിട്ടിരിക്കുന്നു. ഓഗസ്റ്റ് 7-ാം തീയതി ആയിരുന്നു ഇതിൻ്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി അവസാനിച്ചത്. ആ ബസ്സാണ് ഇപ്പോൾ മന്ത്രി തടഞ്ഞു നിർത്തി അവിടെ കുപ്പി ഉണ്ടായി എന്നുള്ള കാണിച്ചതുകൊണ്ട് ഈ ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കാൻ ശുപാർശ ചെയ്തിരിക്കും. എന്തായാലും ഇപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയായിരുന്നു കൊല്ലം ആയൂരിലെത്തിയപ്പോൾ ഈ പൊൻകുന്നം ഡിപ്പോയിലുള്ള ബസ് അത് തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴാണ് മന്ത്രി ഇത് കാണുകയും മന്ത്രി പിന്നീട് വാഹനം തിരിച്ച് ബസ്സിന് കുറുകെ നിർത്തി മന്ത്രി ഇറങ്ങി നേരിട്ട് കയറി ചെന്ന് ഡ്രൈവറെ ചീത്ത പറയുന്ന സാഹചര്യം. അപ്പോൾ ഈ ഡ്രൈവർ പറയുകയും ചെയ്തിട്ടുണ്ട്, സാർ ഇന്നലെ വാഹനം ഓടിച്ച ഡ്രൈവർമാർ ആരോ ചെയ്തതാണ് എന്ന് പറയുമ്പോൾ പോലും അതെടുത്ത് പുറത്ത് കളഞ്ഞൂടെ എന്നുള്ളൊരു ചോദ്യമാണ്. എവിടെയാണ് കളയുക? ഈ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കാൻ വേണ്ടി പുറത്ത് കളയണമോ എന്നുള്ളൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. എന്തായാലും ജീവനക്കാർ പറയുന്നത് പല കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സൗകര്യങ്ങളും ഇല്ല എന്നുള്ള കാര്യങ്ങളടക്കം. ശരി, താങ്ക് യു ദിലീപ്. അപ്പം മിനിസ്റ്റർ കെ ബി ഗണേഷ് കുമാർ KSRTCക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നലത്തെ ഈ 2 നീക്കങ്ങളും, ഒന്ന് MVDയുമായി ബന്ധപ്പെട്ട വിഷയം, 2 ബസ്സിൽ മിന്നൽ പരിശോധന നടത്തി, 2ഉം പാളിപ്പോയി എന്നുള്ള വിവരം വ്യസനസമേതം അറിയിക്കട്ടെ. യഥാർത്ഥത്തിൽ അതിനുള്ളൊരു സംവിധാനം ബസ്സിനുള്ളിൽ തന്നെ ഒരുക്കി കൊടുക്കുക, അതിനുള്ളിൽ തന്നെ പ്ലാസ്റ്റിക് ഇടാനുള്ള സംവിധാനം എല്ലാ ബസ്സിനും ഒരുക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ non-AC ബസ്സാണ്, ഈ ചൂടത്ത് അവർക്ക് വെള്ളം കുടിക്കാതെ ഓടിക്കാൻ പറ്റുമോ? വെള്ളം എവിടെ വിൽക്കും? കുപ്പിവെള്ളം എവിടെ വിൽക്കും? ഡ്രൈവർ സീറ്റിൽ ഞങ്ങൾ പോയി പരിശോധിച്ചു, അവിടെ കുപ്പിവെള്ളം വയ്ക്കാനുള്ള സംവിധാനം ഇല്ല. അവിടെ ആളുകൾ കുടിച്ചിട്ട് ഇടുന്ന കുപ്പി അതിന് വെക്കാനുള്ള സംവിധാനം ഇല്ല. അത് ക്ലീൻ ചെയ്യേണ്ടത് അവിടുത്തെ സ്റ്റാഫല്ലേ? അതിന് പാവം ഡ്രൈവർമാരെ പറഞ്ഞിട്ട് എന്ത് കാര്യം? പിന്നെ ബസ്സിനാണെങ്കിൽ മലിനീകരണ സർട്ടിഫിക്കറ്റും ഇല്ല.